നീ എന്താടാ വീർത്തിരിക്കുന്നത്? ഡാൻസ് കളിക്കാൻ ടെൻഷൻ ഉണ്ടോ? ഏയ് എന്ത് ടെൻഷൻ? ബിനു കൂട്ടുകാരാ, ബിനുവിനെ പ്രിൻസിപ്പാൾ വിളിക്കുന്നുണ്ട്. എന്തിന്? അത് അവർക്ക് ഇത്തിരി മേക്കപ്പ് ചെയ്യാനായിരിക്കും. അപ്പോഴേ തൽക്കാലം നീ ഇവിടെ ഇരിക്കേ, ഞാനൊന്ന് പോയിട്ട് വരാം. അപ്പോഴത്തേക്ക് നിന്റെ വീർപ്പൊന്ന് മാറട്ടെ. പെട്ടെന്ന് ഞാൻ പഴയ സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിക്കാൻ പാടുണ്ട് കൂട്ടുകാരാ. എടാ ശരിക്കും നിനക്ക് ടെൻഷൻ ഉണ്ടോ? ഇതൊന്നുമല്ല. ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ നിനക്ക് മെസ്സേജ് അയച്ചല്ലോ. ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ സീന്ന് കാണിച്ച്? അത് ചിലപ്പോൾ അമ്മയായിരിക്കും. അയ്യോ, പ്രശ്നമാവോ? എടാ മണ്ട, ഞാൻ തന്നെയാ കണ്ടത്. റിപ്ലൈ അയച്ചിട്ടുണ്ട്, എടുത്ത് നോക്ക്. How dare you do such a nasty thing in my campus? I won't tolerate this. മിസ്, മിണ്ടരുത്. രണ്ടിനും ഡിസ്മിസിലാണ്. ഇതിന് വേറെ ചോദ്യവും പറച്ചിലും കരച്ചിലും ഒന്നുമില്ല. അല്ല മിസ്, ഈ സ്കൂൾ മാനേജ്മെന്റിന് കുറച്ച് എത്തിക്സ് ഒക്കെ ഉണ്ട്. ഈ സൊസൈറ്റിയോടും സ്റ്റുഡൻസിനോടും. ആ എത്തിക്സ് വിട്ടിട്ടുള്ള ഒരു കളിക്കും എന്നെ കിട്ടില്ല. നമുക്ക് പാരന്റ്സിനെ വിളിപ്പിച്ചാ പോരെ? പേരൻസിനെ വിളിപ്പിച്ചിട്ട് അവരെന്റെ മുന്നിലിരുന്ന് കരഞ്ഞ് ഇവര് ഞാൻ തിരിച്ചെടുത്തിട്ട് ഇവരിതന്നെ ചെയ്യില്ലാന്ന് എന്തുറപ്പ്? ബാക്കി കുട്ടികൾക്ക് ഇതന്നെ തോന്നും. നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ മനസ്സിലാക്ക്. പോയി വീട്ടിലിരിക്കും. ആൻഡ് ഐ വോണ്ട് ടേക്ക് എനി റെക്കമെൻഡേഷൻസ് ഓൺ ദിസ്. ഒരു സഹതാപവും എൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. മാഡം, എന്താ? അലക്സ് സാർ മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇയാള് 10 മിനിറ്റ് നേരത്തെയാണല്ലോ. ബോത്ത് ഓഫ് യു വെയിറ്റ് ഔട്ട് സൈഡ്. ഗസ്റ്റ് ഒന്ന് പോയിക്കോട്ടെ. ഐ ഡീൽ വിത്ത് യു ലേറ്റർ. ഞാൻ പഠിച്ച സ്കൂളിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പ്ലീസ് കം. സാർ ഇത്ര നേരത്തെ വരുന്നു പ്രതീക്ഷിച്ചില്ല. സാധാരണ എല്ലാവരും കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ വരാം. എനിക്ക് ഇവിടെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ പോയിട്ട് ഒരു 10 മിനിറ്റ് വരാം. അയ്യോ, അങ്ങനെയൊന്നുമില്ല. MLA എത്തിയിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞാ. ഓ, നമുക്ക് ഗസ്റ്റ് റൂമിലേക്ക് ഇരിക്കാം. ഓക്കെ. താങ്ക് യു. വെൽക്കം സർ. സോറി. സാറിന്റെ കുടുംബമൊക്കെ? വൈഫും കുട്ടികളൊക്കെ ബാംഗ്ലൂരാണ്. ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് വരും. ഹെഡ് ഓഫീസ് ഇവിടെ ആണല്ലോ. അങ്ങനെ ഈ വരവിനാണ് ഇവിടെ നിന്നുള്ള കോൾ. അപ്പോൾ പിന്നെ സ്കൂളൊക്കെ ഒന്ന് കാണാമല്ലോ, പ്ലീസ്. ഹലോ. ആ ഓക്കെ, ശരി. സാർ MLA എത്തിയിട്ടുണ്ട്. ഞാനെന്നാ അങ്ങോട്ട്. ഓക്കെ, ക്യാരി ഓൺ. ഓക്കെ. Riya, come with me. അതിലൊന്നും തൊടണ്ട. അമ്മ എനിക്ക് ഈ ബലൂൺ വേണം. പോകുമ്പോ നമുക്കൊന്നും മേടിക്കാം കേട്ടോ. Now, I would like to invite our Honorable MLA, V.S. Sridharan, for the inaugural address. Sir, please. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. 2013 നവംബർ 16 ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ തൻ്റെ റിട്ടയർമെൻറ്റ് സ്പീച്ചിൽ പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് തുടങ്ങാം. ചേസ് യുവർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് ഫൈൻഡ് ഷോർട്ട് കട്ട്സ് ടു സക്സസ്. 10 വർഷങ്ങൾക്ക് ശേഷം ഇതിനെന്താണ് പ്രസക്തി എന്നാണെങ്കിൽ, 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു അമേരിക്കൻ കമ്പനി ഒരു ഇന്ത്യൻ യൂണിക്കോൺ സ്റ്റാർട്ടപ്പിൽ 2000 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വാർത്ത കേട്ട് ഇന്ത്യ മുഴുവൻ ഞെട്ടി. ആ കമ്പനിയുടെ ഉടമസ്ഥൻ ഒരു മലയാറ്റൂർക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനടക്കം ഈ നാട്ടുകാർ പിന്നെയും ഞെട്ടി.
ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുത്തതല്ല ഈ A+ ആപ്പിന്റെ വിജയം. ഞാൻ അറിഞ്ഞിടത്തോളം ഈ അലക്സ് സേവിയറിന്റെ കഴിഞ്ഞ 12 വർഷത്തെ സ്വപ്നവും അത് സാക്ഷാത്കരിക്കാൻ അദ്ദേഹം നടത്തിയ കഠിനാധ്വാനവുമാണ് ഈ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ചേസ് യുവർ ഡ്രീംസ്, ബട്ട് മേക്ക് ഷുവർ യു ഡോണ്ട് ഫൈൻഡ് ഷോർട്ട് കട്ട്സ് ടു സക്സസ് എന്ന്. ഈ നാടിൻ്റെ തന്നെ അഭിമാനമായ ഈ വിദ്യാലയത്തിൻ്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ജോലികൾ ഉള്ളതിനാൽ ഞാൻ തൽക്കാലം വിട പറയട്ടെ. ശരി. All students, please sit down. Next, I happily invite Alex Xavier sir for the keynote address. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ ഓർക്കുമായിരുന്നു, 21 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞാൻ ഈ സ്കൂൾ കാണുന്നത്. അന്നിവിടെ 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 2 ബിൽഡിംഗ് മാത്രമേ അന്നുള്ളൂ. താഴെ കാണുന്ന ന്യൂ ബ്ലോക്സ് ഒന്നുമില്ല. പക്ഷെ ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് മെമ്മറീസാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഓ തുടങ്ങി, പഴംപുരാണം തുടങ്ങി. എന്നെ ഈ ഡയമണ്ട് ജൂബിലിക്ക് ക്ഷണിക്കാൻ വന്നപ്പോൾ രാധാകൃഷ്ണൻ സാർ എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന, ഇൻസ്പയർ ചെയ്യിക്കുന്ന എന്തേലൊക്കെ സംസാരിക്കണമെന്നാണ്. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഇനിയും മാറ്റാനൊരു ചെറിയ ശ്രമം പോലും നടത്താത്ത ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതിന് നല്ലതൊരു കഥയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച 2001 ഈ ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഒരു യഥാർത്ഥ സംഭവം. ഓ ഫ്രഷ്. ഈ ഗസ്റ്റുകൾ എവിടെ ചെന്നാലും കഥ പറഞ്ഞു ഉറപ്പിക്കുമല്ലോ. ലോകം വിരൽത്തുമ്പിൽ കിട്ടാത്ത കാലം. ഈ ടൗണിൽ ഇന്റർനെറ്റ് ആകെ ഉള്ളത് 2-3 കടകളിൽ മാത്രം. സാധാരണക്കാർക്ക് അതിനെപ്പറ്റി അറിയോ പോലുമില്ല. iOS-ഉം ആൻഡ്രോയിഡും ഒന്നുമില്ല. നോക്കിയ 3310, അതും നാട്ടിലെ പ്രമുഖരുടെ കയ്യിൽ മാത്രം. ഈ കാലഘട്ടത്തിലെ ഒരു ക്ലാസ് റൂമിലേക്ക് നമുക്ക് പോകാം. ആദർശ് മാധവനും അബ്ദു, ഇന്ദു, മുത്തലീബൊക്കെ പഠിച്ച 10C ക്ലാസ് റൂം. ഞാൻ അറിവിയില്ല ഭവാന്റെ മോഹന ഗാനാലാപന ശൈലി. നിഭൃതം ഞാനതു കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലി ഉദയദ്ഗാന പ്രകാശകലയാലുജ്വലശോഭം ഭുവനം അലതള്ളിയിടുകയാണധിഗഗനം വായുവിലീ സ്വരചലനം പ്രാണനുറക്കെ കേണിടുന്നു പ്രഭോ പരാജിത നിലയിൽ നിബദ്ധനിഹ ഞാൻ നിൻ ഗാനത്തിൻ നിരന്തമാകിയ വലയിൽ. ഗംഭീര. ശരി, കേട്ടല്ലോ. കവിത ഇങ്ങനെ ഈണത്തിൽ ചൊല്ലിപ്പഠിച്ചാൽ നിങ്ങൾക്കും പെട്ടെന്ന് മനഃപ്പാടമാക്കാൻ പറ്റും. അപ്പോൾ നാളെ എല്ലാവരും ഇത്രയും ഭാഗം മനഃപ്പാടമാക്കി വരണം. എന്നിട്ട് വേണം നാളെ നമുക്ക് വൃത്തം പഠിക്കാൻ. അപ്പം ശരി. എടി, ഈ ലക്ഷ്മി മാഷിന്റെ ലക്ഷ്മി നിൽക്കുന്ന അയാളെങ്ങനെ കേട്ടാ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, അയാൾ നിന്നെ പറപ്പിക്കും. ഞാൻ വിചാരിച്ച അയാൾക്കറിയായിരിക്കും. ഇതെന്താടാ? എന്റെ നജാസേ, ഇത് ഞാൻ TV-യിലൊക്കെ കണ്ടിട്ടുള്ളതാ. ഇത് പെണ്ണുങ്ങൾക്ക് ശക്തി കൊടുക്കാനുള്ള മരുന്നാ. 1 വീതം 2 നേരം കഴിക്കണം. മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും. സത്യം, ഞാൻ എന്റെ ചേച്ചിയോട് ചോദിച്ചതാ, അവളൊന്നും പറഞ്ഞടാ. എടാ, ഞാനും ഇന്നലെ TV കണ്ടടാ. ഇത് കഴിച്ചിട്ട് ഏത് ചേച്ചിക്ക് ചിറകൊക്കെ വന്നു. എന്ത് പരിപാടിയാലേ.
ഈ പെണ്ണുങ്ങൾക്ക് മാത്രം ശക്തി കൂട്ടണമായിരുന്നു, നമുക്കൊന്നുമില്ല. എടാ മണ്ട, അതൊന്നുമല്ല. ആ മുത്ത് വെറുതെ തള്ളണതാ. പിന്നെ നിനക്കതെന്താണെന്നറിയോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. അത് പറ. വേഗം വാ, ഇല്ലെങ്കിൽ പൈപ്പിലെ വെള്ളം തീരും. അല്ലെങ്കിൽ കിണറ്റിന്ന് പോരേണ്ടി വരും. കഴുകാൻ പോവാ. കഴിച്ചു കഴിഞ്ഞിട്ട് പോടാ. അതൊക്കെ മതി, നീ വാ. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട്